അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മുത്താബക്ക, തളമ്മുന്, ഇൽത്തിസാം ഈ മൂന്ന് സംഭവങ്ങളെ കുറിച്ചാണ്. ഒരു ലഫ്ള് അതിൻ്റെ വെക്കപ്പെട്ട മാനയുടെ അതിൻ്റെ വെക്കപ്പെട്ട മാനയുടെ തമാമിൻ്റെ മേൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുത്താബക്ക എന്ന് പറയും. ഇനി അല്ല, ഒരു മാനാക്ക് വേണ്ടി വെക്കപ്പെട്ട ലഫ്ള് അതിൻ്റെ മാനയുടെ ജുസ്ഇൻ്റെ മേലാണ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ, തമാമിൻ്റെ മേൽ അറിയിക്കണില്ല, ജുസ്ഇൻ്റെ മേലാണ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ തളമ്മുന് എന്ന് പറയും. ഇനി തമാമിൻ്റെ മേലും അറിയിക്കണില്ല, അതുപോലെ ജുസ്ഇൻ്റെ മേലും അറിയിക്കണില്ല, ഖാരിജായ അതിനിക്ക് ലാസിമായതായ ഖാരിജായതായ ഒരു മാനയുടെ മേലാണ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിനിക്ക് ഇൽത്തിസാം എന്നും പറയും. വളരെ സിമ്പിളാണ്. അങ്ങനെ ഈ ഒരു മൂന്ന് കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്ന് പറയണത് മുറക്കബ് എന്താണ്, മുഫ്രദ് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയണത്. ഇനി ആ മുറക്കബിനെയും മുഫ്രദിനെയും തന്നെ എന്ത് ചെയ്യും, നമ്മൾ കിസ്മാക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം മത്തിന് വെക്കുക. വൽ മൗളൂഉ ഇൻ ഖുസിദ ബിജുസ്ഇഹി അദ്ദലാലത്തു അലാ ജുസ്ഇ മഅനാഹു ഫമുറക്കബുൻ. വൽ മൗളൂഉ ഒരു മഅനാക്ക് വേണ്ടി വെക്കപ്പെട്ടതായ ലഫ്ളാകുന്നത് ഇൻ ഖുസിദ ബിജുസ്ഇഹി ആ ലഫ്ളിൻ്റെ ജുസ്ഇ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ, എന്തുദ്ദേശിക്കപ്പെട്ടാൽ, അദ്ദലാലത്തു അലാ ജുസ്ഇ മഅനാഹു ആ ലഫ്ളിൻ്റെ മഅനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കൽ ഉദ്ദേശിക്കപ്പെട്ടാൽ. മനസ്സിലായോ? അതായത് ഒരു ലഫ്ള്, ആ ലഫ്ളിനിക്ക് ഒരു ജുസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മഅനയുണ്ട്, ആ മഅനക്കും ജുസ് ഉണ്ടാവും. അപ്പോൾ ഈ ലഫ്ളിൻ്റെ ജുസ് മഅനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കലിനെ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനിക്ക് മുറക്കബ് എന്ന് പറയും. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതുപോലെ ആ മുറക്കബ് തന്നെ, ആ മുറക്കബിനെ തന്നെ ഇനി കിസ്മാക്കാണ്. ആ മുറക്കബ് തന്നെ ഇമ്മാ താമുൻ, ഒന്നുകിൽ താമായിരിക്കും. അങ്ങനെ താമാവുമ്പോൾ തന്നെ ഖബറുൻ ഔ ഇൻഷാ ഉൻ, ഖബർ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഷാ ആയിരിക്കും. താമാവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാം. അതുപോലെ തന്നെ ഇനി ഒരു ലഫ്ള് അതിൻ്റെ വക്കപ്പെട്ട മാനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കലിന് ഉദ്ദേശമല്ല എന്നുണ്ടെങ്കിൽ അതിന് മുഫ്രദ് എന്നും പറയും. അങ്ങനെ മുഫ്രദ്, മുറക്കബ് ഈ രണ്ട് കിസ്മുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക. അൽ മൗളൂഉ ഒരു മാനാക്ക് വേണ്ടി വെക്കപ്പെട്ട ലഫ്ളാകുന്നത്, ഐ ലഫ്ളുൽ മൗളൂഉ ഒരു മാനാക്ക് വേണ്ടി വെക്കപ്പെട്ടതായ ലഫ്ളാകുന്നത്, ഇൻ ഉരീദ ഉദ്ദേശിക്കപ്പെട്ടാൽ, എന്തുദ്ദേശിക്കപ്പെട്ടാൽ, ദലാലത്തു ജുസ്ഇൻ മിൻഹു ആ ലഫ്ളിൽ നിന്നുള്ള ഒരു ജുസ്ഇ അറിയിക്കൽ ഉദ്ദേശിക്കപ്പെട്ടാൽ, എന്തിൻ്റെ മേൽ അറിയിക്കുക, അലാ ജുസ്ഇ മഅനാഹു ആ ലഫ്ളിൻ്റെ മഅനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കലിന് ഉദ്ദേശിക്കപ്പെട്ടാൽ ഫഹുവൽ മുറക്കബു അതാണ് മുറക്കബ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുലാമു സെയ്ദിൻ എന്ന് പറഞ്ഞു. ഗുലാമു സെയ്ദിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെയ്ദിൻ്റെ കുട്ടി. സെയ്ദിൻ്റെ കുട്ടി, അവിടെ ഗുലാമി എന്നുള്ളത് അതുപോലെ സെയ്ദി എന്നുള്ളതും ലഫ്ളിൻ്റെ ജുസ്ഇകളാണ്. സെയ്ദിൻ്റെ കുട്ടി എന്ന് പറയുന്ന ആ മഅന, അപ്പോൾ സെയ്ദിൻ്റെ എന്ന് പറയുന്നതും കുട്ടി എന്ന് പറയുന്നതും മഅനയുടെ ജുസ്ഇകളാണ്. അവിടെ ഗുലാമി എന്നത് ആ കുട്ടി എന്നുള്ള മഅനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, അതുപോലെ സെയ്ദി എന്നുള്ളത് സെയ്ദിൻ്റെ ദാത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ വിഷയം. അപ്പോൾ ഇല്ല, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു മഅനാക്ക് വേണ്ടി വെക്കപ്പെട്ട ലഫ്ള് ആ ലഫ്ളിൻ്റെ ജുസ് മഅനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കൽ ഉദ്ദേശമല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? മുഫ്രദ് എന്ന് പറയും. ഉദാഹരണത്തിന് സെയ്ദ് തന്നെ എടുക്കുക. സെയ്ദി എന്നുള്ളതിന് ഒരു വെക്കപ്പെട്ട മഅനുണ്ട്, സെയ്ദിൻ്റെ ദാത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. ഒരു വ്യക്തിക്ക് വേണ്ടി വെക്കുമ്പോൾ, അലമായിട്ട് വെക്കുമ്പോൾ ആ സെയ്ദിനിക്ക് ആ ദാത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു മഅനുണ്ട്. അങ്ങനെ സെയ്ദ് എന്നുള്ള ലഫ്ളിൻ്റെ ജുസ്കൾ ഏതൊക്കെയാണ്? സായ്, യാ, ദാല്. ഇനി ആ ദാത്തിൻ്റെ ജുസ്കൾ ഏതൊക്കെയാണ്? ആ സെയ്ദിൻ്റെ കയ്യ്, തല, കാല്, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അതിലുള്ള സായ് സെയ്ദിൻ്റെ കയ്യിൻ്റെ മേലോ തലയുടെ മേലോ കാലിൻ്റെ മേലോ അറിയിക്കുന്നുണ്ടോ? ഇല്ല. യാ എന്നതുപോലെ തന്നെ കയ്യിൻ്റെ മേലോ തലയുടെ മേലോ കാലിൻ്റെ മേലോ ഒന്നും അറിയിക്കണില്ല. അപ്പോൾ ഒരു ലഫ്ള് സെയ്ദി എന്നുള്ള ആ ലഫ്ള് അതിൻ്റെ വെക്കപ്പെട്ട മഅനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കൽ ഉദ്ദേശമല്ല. അങ്ങനെ ആകുമ്പോഴാണ് അതിനെന്ത് പറയാം? മുഫ്രദ് എന്ന് പറയാം. അതാണ് പറഞ്ഞത്. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ ഫഹുവൽ മുഫ്രദ്, അതാണ് മുഫ്രദ്. ഫൽ മുറക്കബു അപ്പോൾ മുറക്കബ് ഇന്നമായ തഹഖഖു അത് സ്ഥിരപ്പെടും ബി ഉമൂരിൻ അർബഈൻ 4 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് സ്ഥിരപ്പെടുക. ഇന്നമൻ്റെ മഅന ഹസ്ർ ഉണ്ടാവുമല്ലോ. അപ്പോൾ
മുറക്കബ് സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്. അതിലൊന്നാമത്തത് എന്താണ്? അയ്യക്കൂന ലിൽ ലഫ്ളി ജുസ്ഉൻ, അതേടെ ലഫ്ളിനിക്ക് ഒരു ജുസ് വേണം. നമ്മൾ ഈ പറഞ്ഞ സംഭവം തന്നെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ. ലഫ്ളിനിക്ക് ഒരു ജുസ് വേണം. വസ്സാനി, രണ്ടാമത്തത് അയ്യക്കൂനലി മഅനാഹു ജുസ്ഉൻ, മഅനാക്കും ജുസ് വേണം. ലഫ്ളിന്റെ ജുസ് മാനയുടെ ജുസിന്റെ മേൽ അറിയിക്കുക എന്ന് പറയുമ്പോൾ ലഫ്ളിനിക്കും ജുസ് വേണം, മാനയ്ക്കും ജുസ് വേണം. ലോജിക്കാണ്. അതുപോലെ വസ്സാലിസു, മൂന്നാമത്തത് അയ്യദുല്ല ജുസ്ഉൽ ലഫ്ളി അലാ ജുസ്ഇ മഅനാഹു, ലഫ്ളിന്റെ ജുസ് മാനയുടെ ജുസിന്റെ മേൽ അറിയിക്കുകയും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുവരെയും പറഞ്ഞ സംഭവം തന്നെ, അങ്ങനെ അറിയിക്കുകയും വേണം. അപ്പോൾ ലഫ്ളിനിക്കും ജുസ് ഉണ്ട്, മാനാക്കും ജുസ് ഉണ്ട്. പക്ഷേ ലഫ്ളിന്റെ ജുസ് മാനയുടെ ജുസിന്റെ മേൽ അറിയിക്കണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുറക്കബായി കൂട്ടൂല, അത് മുഫ്രദായി കാണ്ട് തന്നെയാണ് കൂട്ടാം. യെസ്. വറാബിഉ, നാലാമത്തെ കാര്യം എന്താ? അന്തകൂന ഹാദിഹി ദലാലത്തു മുറാദത്തുൻ, അന്തകൂന ഹാദിഹി ദലാലത്തു മുറാദത്തൻ, ഈ ഒരു ദലാലത്ത് ഉദ്ദേശിക്കും കൂടി വേണം. അപ്പോ ഈ ഒരു ദലാലത്ത് എന്ത് വേണം? ഉദ്ദേശിക്കും വേണം. ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ടാണ് മുറക്കബ് സ്ഥിരപ്പെടുക. ഫബിന്തിഫായി കുല്ലി മിനൽ ഖുയൂദിൽ അർബഅത്തി, ഈ 4 ഖൈദുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഖൈദ് ഇല്ലാതാവൽ കൊണ്ട് യതഹഖഖുൽ മുഫ്രദു, മുഫ്രദ് എന്ത് ചെയ്യും? സ്ഥിരപ്പെടും. അപ്പോൾ ഫലിൽ മുറക്കബി ഖിസ്മുൻ വാഹിദുൻ, അപ്പോൾ മുറക്കബിനിക്ക് എന്തുണ്ട്? ഒറ്റ കിസ്മുണ്ട്. വലിൽ മുഫ്രദി അക്സാമുൻ അർബഉൻ, അപ്പോൾ മുറക്കബിനിക്ക് ഒറ്റ കിസ്മും മുഫ്രദിനിക്ക് 4 കിസ്മുകളും ഉണ്ടാവും. ഒന്നാമത്തത് അൽ അവ്വലു മാലാ ജുസ്അ ലിലഫ്ളിഹി, ഒന്നാമത്തെ എന്താ? അതിൻ്റെ ഒരു ലഫ്ള്, അതിൻ്റെ ലഫ്ളിനിക്ക് എന്തില്ല? ജുസ് ഇല്ല. നഹ്വു ഹംസത്തുൽ ഇസ്തിഫാമി, ഇസ്തിഫാമിൻ്റെ ഹംസ അത് ലഫ്ളാണ്, പക്ഷേ എന്തില്ല? അതിനിക്ക് ജുസ് ഇല്ലല്ലോ, ഇല്ല. വസാനി, രണ്ടാമത്തത് മാലാ ജുസ്അ ലി മഅനാഹു, ലഫ്ളുണ്ട്, അതിൻ്റെ മാനിയുണ്ട്, പക്ഷേ എന്തില്ല? മാനാക്ക് ജുസ് ഇല്ല. നഹു ലഫ്ളു അള്ളാഹ്, അള്ളാഹ് എന്നുള്ള ലഫ്ള് പോലെ, അള്ളാഹ് എന്നുള്ള ലഫ്ള് അള്ളാഹിൻ്റെ ദാത്തിൻ്റെ മേലെ അറിയിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ ദാത്ത് ജുസ്കളാവൂലല്ലോ. അതുപോലെ മൂന്നാമത്തെ എന്താണ്? മാല ദലാലത്തിൽ ജുസ്ഇ ലഫ്ളിഹി അലാ ജുസ്ഇ മഅനാഹു, ലഫ്ളിന്റെ ജുസ് മഅനയുടെ ജുസ്ഇന്റെ മേലെ അറിയിക്കണമില്ല. കസൈദിൻ, സെയ്ദ് പോലെ, അബ്ദുള്ള, അബ്ദുള്ള പോലെ. ഇവിടെ അപ്പം അബ്ദുള്ള എന്നുള്ളത് അബ്ദു എന്നുള്ള അടിമനെ മേലെ അറിയിക്കുന്നുണ്ട്, അള്ളാഹ് എന്നുള്ള അള്ളാഹിന്റെ പേര് അറിയിക്കണ്ടല്ലോ. നേരത്തെ പറഞ്ഞ അള്ളാഹിനെ അവിടെ അറിയിക്കണ്ടെന്നുള്ളത് അതാണ് പറഞ്ഞത്. അലമൻ, അബ്ദുള്ള എന്ന അലമായിട്ട് നമ്മളൊരു വ്യക്തിക്ക് വെക്കുമ്പോൾ പിന്നെ അവിടെ അള്ളാഹിന്റെ അടിമ എന്നല്ല അർത്ഥം. അബ്ദുള്ള എന്ന് വെക്കപ്പെട്ട ആ വ്യക്തി, എന്ന് പേര് വെക്കപ്പെട്ട വ്യക്തിയുടെ ദാത്താണ് അവിടെ. അവിടെ അബ്ദ് എന്നുള്ളത് അതിൻ്റെ ഒരു കയ്യിൻ്റെ കാലിൻ്റെ മേലൊന്നും അറിയിക്കുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ മുഫ്രദ്, മുറക്കബ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും.